ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വർക്കും സ്വാഗതം. ഛോട്ടാ മുംബൈ ആ സിനിമയുടെ 5ാം ദിവസത്തിലേക്ക് വിജയകരമായി എത്തിയിരിക്കുകയാണ്. മലയാള സിനിമയിൽ അടുത്ത കാലത്തൊന്നും തന്നെ കാണാത്ത വേറെ ലെവൽ ആവേശമാണല്ലോ തിയേറ്ററിനുള്ളിൽ ഛോട്ടാ മുംബൈയുടെ റിലീസിനെ നാം കണ്ടതല്ലോ. പുതിയ സിനിമകളെക്കാൾ വലിയ വരവേൽപ്പെല്ലാം തന്നെ ലഭ്യമായി നോക്കി നിസ്സംശയം പറയാവുന്ന 18 വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ഇന്നലെ മലയാള സിനിമയിൽ നല്ല എല്ലാ ഭാഷകളിൽ നിന്നുള്ള സിനിമകളിൽ കേരളത്തിൽ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നത് ഈ ലാലേട്ടന്റെ ഛോട്ടാ മുംബൈക്കാണ് എന്നൊരു വലിയ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ 10-20 ലക്ഷം റേഞ്ചിൽ കേരള ഗ്രോസ് പ്രതീക്ഷ സ്ഥാനത്ത് 35 ലക്ഷം രൂപയാണ് സിനിമയുടെ കേരള ഗ്രോസ്. ടൊവിനോ, ആസിഫ് അലി, അതോടൊപ്പം തന്നെ കമലഹാസൻ സിനിമകളെക്കാളെല്ലാം തന്നെ കളക്ഷൻ വന്നതും ഈ തല എന്ന കഥാപാത്രത്തെ നമ്മുടെ ലാലേട്ടൻ അവതരിപ്പിച്ച ഛോട്ടാ മുംബൈ എന്ന സിനിമയ്ക്കാണ്. ഇന്നലത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 2 കോടി പിന്നിട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് കൂടി ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ ആദ്യ തിങ്കളാഴ്ച തന്നെ ഒരു വമ്പൻ കളക്ഷൻ കേരളത്തിൽ നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ന് ചൊവ്വാഴ്ചയും മികച്ച കേരള കളക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. പല തിയേറ്ററുകളിൽ ഇന്ന് ചൊവ്വാഴ്ചയും മഴയത്ത് പോലും കനത്ത മഴ പെയ്യുന്ന സമയത്ത് പോലും ഫാസ്റ്റ് ഫിലിംഗ് ഷോസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 25 ലക്ഷം 30 ലക്ഷം റേഞ്ചിലെല്ലാം തന്നെ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് ഇന്നത്തോടെ 2 കോടി 30 ലക്ഷത്തിനടുത്ത് കേരള ഗ്രോസിലേക്ക് എത്തപ്പെടാനായിട്ട് കഴിയുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് 2 കോടി 50 ലക്ഷം പിന്നിട്ടുവെന്ന് ഇപ്പോൾ ഉറപ്പിക്കാമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ 5 ദിവസങ്ങൾ കൊണ്ട് 2.5 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത് ഈ ആഴ്ച കൂടുതൽ മേഖലകളിലെ സ്ക്രീനുകളിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും എത്തിച്ച് കൂടുതൽ കരുത്താർജിക്കാനായിട്ടൊരുങ്ങുകയാണ് ഛോട്ടാ മുംബൈ. കാത്തിരിക്കൂ സിനിമയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.